ഹേയ്, എന്താ പരിപാടി? ഇത് കണ്ടോ, ഇത് ഞാൻ വേർതിരിക്കുക കേട്ടോ, അല്ലാതെ വെള്ളം വെച്ച് മുഖം കഴിയൊന്നുമല്ല. അയ്യോ, എന്തോ വേർപ്പാ, എന്തോ ചൂട്. പുഴുങ്ങുന്ന മാത്രമല്ല, പാമ്പ്. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ഈ പാമ്പുകൾ കാണാനൊക്കെ ഭയങ്കര സാധ്യത കൂടുതൽ. ഇവിടെ അല്ല, ഇത് കണ്ടില്ലേ, നമ്മൾ പത്തനംതിട്ട ജില്ലയിലായതുകൊണ്ടേ ഇവിടെ മലയോര പ്രദേശമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചുറ്റും കാട് പോലത്തെ ഉള്ള ഏരിയ ആണേ. ഇപ്പം ഞാൻ വരുന്ന വഴി കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഏരിയയൊക്കെ ഇങ്ങനെയുള്ള. അപ്പോൾ ഇവിടെയൊക്കെ പാമ്പുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചേരയാണ്. ചേര അറിയാമായിരിക്കും നിങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നത് ഞങ്ങളുടെ ചേട്ടൻ ചൂണ്ടിടാൻ പോയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കും. ഞാൻ ആക്ച്വലി ഇറങ്ങേണ്ട വിചാരിച്ചാൽ ചൂട് കാരണം. അയ്യോ, പക്ഷേ ആഴ്ചയിലൊരു വ്ളോഗെങ്കിലും ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ മോശമല്ലേ. മുടി ഉണ്ടല്ലോ, എൻ്റെ മുടി ചുരുണ്ട കേളി ഹെയർ ആയതുകൊണ്ടേ പെട്ടെന്ന് ഡ്രൈ ആവും. ആ ചൂട്. ഞാൻ പിന്നെ എണ്ണയൊക്കെ ആഴ്ച 2 തവണ തേക്കത്തുള്ളൂ. അത് സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ അമ്മ കാച്ചി തന്നെയാണ് തേക്കുന്നത്. അപ്പം പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും, മാത്രമല്ല നല്ല കറുപ്പും കിട്ടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും ഈ ചൂടുള്ളതുകൊണ്ടേ. ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ഇരിക്കും. കണ്ടോ അതുകൊണ്ട് നമുക്ക് ഒതുക്കി വെക്കാൻ പോലും പറ്റത്തില്ല. ഭയങ്കര ശോകം കേട്ടോ. ഈ കേരളി ഹെയറൊക്കെ ഉണ്ടല്ലോ, മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കരമാണ്. പിന്നെ ഞാനങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് മെയിൻ്റനൻസ് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ ഇതിലേക്ക് അങ്ങനെയില്ല. ഞാൻ ആകെപ്പാടെ തേക്കുന്നത് അമ്മയുടെ കാച്ചിയെണ്ണയുടെ ഫീലുണ്ടല്ലോ. എൻ്റെ ചേട്ടനുണ്ടല്ലോ, അവിടെ നിന്ന് ചൂണ്ടിട്ടുണ്ടിരിക്കുക. എന്തെല്ലാം കിട്ടിയോടാ സുരേഷേ? അവനൊരു കുന്തവും കിട്ടിയില്ല. അയ്യേ, മീനേം കിട്ടില്ല, കുന്തവും കിട്ടില്ല. ആ കിട്ടി. എന്താണ് സുരേഷ് ഇത്? അതെ, നീ പറഞ്ഞവിടെ കേൾക്കാൻ പറ്റും. വിചാരിക്കും എപ്പോഴും ഇവിടെ വന്ന് പിടിക്കാനുള്ളൂ, ഇവിടെയൊക്കെ നിൽക്കാനുള്ളൂ, നിങ്ങളുടെ ഏരിയ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. ഞങ്ങളുടെ ഏരിയ ഇത് മാത്രമല്ല. പക്ഷേ ഞങ്ങളുടെ ഏരിയ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ഥലം ഇതാണ്. കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറ. ഇതേ കണ്ടോ പക്ക ഗ്രാമം. കൈവേദന എടുക്കുന്നു. അയ്യോ, പക്ക ഗ്രാമമാണ്. നിങ്ങൾ വിചാരിക്കുന്നു കണ്ടോ ഒരു വഴി, 2 സൈഡും കണ്ടം, പുറകില് പച്ചപ്പ്. അപ്പം അവിടെ അടുത്ത് ഇപ്പോൾ ഉണ്ടാവും ചൂണ്ടിട്ടോണ്ടിരിക്കും. എനിക്ക് വന്നു ഫോക്കസ് മോഡ് ഇട്ടേക്കുന്നുണ്ട്, കിട്ടത്തില്ല. അപ്പം എന്താ പറഞ്ഞത്, ഭയങ്കര ചൂട്. പക്ഷേ ഇവിടെ തണുപ്പുണ്ടല്ലേ കാറ്റടിക്കുമ്പോൾ. അതായത് ഇവിടെ ഇപ്പം കാറ്റടിക്കുന്നുണ്ടേ, ഇപ്പം തണുപ്പുണ്ട്. പക്ഷേ അയ്യോ, എന്തോ ചൂടൊക്കെ ഒന്ന് പുകഞ്ഞോ ചത്തു പോവുക. എന്തെങ്കിലും കിട്ടിയോടാ? ഈ കാട്ടിനിടയ്ക്കോടെ ഇവൻ കയറി പോകുന്നത് കണ്ടോ? അവൻ അതിനിടയ്ക്കോടെയാണ് ഈ കാട് കണ്ട ഇതിനിടയ്ക്കോടെ അവൻ നിൽക്കുന്നത്. അയ്യോ, ഈ കൈ വഴി ഇങ്ങനെ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ വീഡിയോയുടെ എണ്ണം കൂടും. ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ ഉള്ളൂ. പിന്നെ ഇവൻ ഇപ്പോൾ പോകും, ഇവൻ 30-ാം തീയതി പോകും. 30-ാം തീയതി പോയി കഴിയുമ്പോൾ പിന്നെ ശോകമായിരിക്കും. അല്ലേ ഇപ്പം പിന്നെ അവൻ്റെ ചാനലുണ്ട് ബിൽഡറൊക്കെ, അപ്പോൾ അവനത് ഇട്ടോളൂ. കണ്ടോ? ഇപ്പം സമയം 5 മണി കഴിഞ്ഞു, എന്നിട്ട് പോലും വേർക്കുക. ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇവിടെ. ഞാൻ ഇടയ്ക്കോടെ പോവാണ്, കാണിക്കാം. 2 സൈഡും ചെങ്കുത്തായ കാടിന് നടുക്കോടെ ഒരു ചെറിയൊരു ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാട്ടുമാക്കാൻ നീ ചെയ്യണം. കണ്ട കഴിച്ച് ആണ് കുളം. ഇതെന്തോ കലയും കിടക്കുന്നത് പച്ചക്കറി. ഇത് പായലിൻ്റെ കേട്ടോ. ഇത് പായലായോണ്ട് ഇങ്ങനെ ഈ കളർ വരുന്നത്. ഇവൻ ചൂണ്ടിട്ടേക്കുന്നു, ഒരു കുന്തത്തെ പോലും കിട്ടത്തില്ല. ഇവൻ ഇവിടെ കിട്ടാറിയില്ല. പിന്നെ എന്തിനു വേണ്ടി ഇടുക നമുക്കറിയാം. ആൾക്കാരെ പറ്റിക്കാനായിട്ട് വന്നിടുക. എനിക്ക് വേണ്ട, പോടാ ഇറങ്ങി. നീ വന്ന പോരാ, 2 ആഴ്ച നീ മണപ്പിക്കടാ, എനിക്കേണ്ട ആവശ്യമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചു പോവാം. അവനൊരു മീനെ കിട്ടിയില്ല, അത് ശോകമായിട്ട് പോകണ്ടോ.
ഇത്തവണ മീനൊന്നും കിട്ടില്ല, പണ്ട് ഇടയ്ക്കൊന്നും കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ വഴി നിങ്ങൾക്ക് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വഴി, ഞങ്ങൾ വഴി കണ്ടോ കാണാത്തൊരു കണ്ടോ. ഇത് ഞങ്ങളുടെ വഴി, ഇത് വല്ലവരുടെ അയ്യം, ഇത് അട്ട, ഇത് കൊന്ന അട്ട, കൊലപാതകം. ഇവിടെ രാത്രിയാകുമ്പം വന്നു കയറുന്ന വഴി പോടറങ്ങി. രാത്രിയാകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നല്ല ഇരുട്ടാണ്. ഇരുട്ടാകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പ്രേതം വരും. ചുമ്മാ ഇടാകുമ്പോൾ നമുക്കൊരു വൈബാണ്. ഈ നേരെ ഉള്ളത് നമ്മൾ പോകുന്നത്, നമ്മളിവിടുന്ന് തിരിഞ്ഞു പോകും. എങ്ങനെ? ഇത് ഇങ്ങനെ പോവും കണ്ടാ. ഇതാണ് നമ്മുടെ വീട്ടോട്ട് പോകുന്ന വഴി. ഇത് നമ്മുടെ വീട്ടോട്ട് വന്ന് ഇതെല്ലാം റബ്ബറും തോട്ടം കേട്ടോ. ഇവിടെയൊക്കെ പന്നിയുണ്ട്. അത് വെട്ടം കണ്ടോ. നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പം ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, പക്ഷെ അത് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പം ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് എൻട്രി ആവുന്നു. ഇതാണ് നമ്മുടെ വീട്, മനസ്സിലായോ? ഇത് ഡാഡിയുടെ വെഹിക്കിൾ. ഈ പച്ചപ്പ് ഹരിതാപമായ ഈ ഭംഗിയായ ഇതാണ് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഭവനം. ഇതാണ് ഭവനം, കണ്ടോ. അപ്പം ഞാൻ ഭവനത്തിൽ എത്തി ഗൈസ്. അപ്പം ചുമ്മാ ഒരു വ്ളോഗ് ആയിട്ടോ, ചുമ്മാ ഒരു വ്ളോഗ്, വലിയ കോണ്ടൻ്റൊന്നും ഇല്ല. ചൂടായപ്പോൾ എന്തെങ്കിലും ഇടണമല്ലോ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. അടുത്ത വീട്ടിൽ എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റ് വരുന്നതാണേ. ശരി.